Hello guys. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഡീറ്റെയിൽഡ് ആൻസർ കീം എങ്ങനെ കിട്ടി എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യം തന്നെയാണ് ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടും, അതേപോലെ കോംപ്ലിമെൻ്ററി കിട്ടും. ഗുഡ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഓൾറെഡി നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇനിയും ഫൈനൽ എക്സാമിന് ഈ ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ വരും. ഇത്തവണ ചോദിച്ച സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെൻ്ററി ആണ്. അടുത്ത തവണ മേ ബി നമുക്ക് നോർമൽ ഗുഡും അതേപോലെ ഇൻഫീരിയർ ഗുഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗിഫൺ ഗുഡും ഇൻഫീരിയർ ഗുഡൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളോട് ഇത് ചോദിക്കുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ മലയാളമാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ, കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ മലയാളമാണ് പൂരക വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പൂരക വസ്തുക്കളും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പ്രതിസ്ഥാപന വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞത്. രണ്ടിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കട്ടെ. ആദ്യമായിട്ട് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് പറഞ്ഞു കഴിഞ്ഞാൽ പകരം വെക്കുന്ന വസ്തുക്കളാണ്. നിങ്ങൾ ഒരു പക്ഷേ ഫുട്ബോൾ മത്സരം കാണുന്നവരാണെങ്കിൽ കിട്ടണം സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കുക എന്ന് പറയില്ലേ. ഒന്നിന് പകരമായിട്ട് മറ്റൊരു കളിക്കാരനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കുകയാണ് ചെയ്യാറില്ല. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രതിസ്ഥാപന വസ്തുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ 2 ഗുഡ്സ് ഞാൻ പറയട്ടെ, 2 ഗുഡ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഗുഡ് 1 അല്ലെങ്കിൽ ഗുഡ് എന്ത് ചെയ്യുന്നു എക്സ്, അതേപോലെ മറ്റൊന്ന് ഗുഡ് വൈ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഗുഡ് എക്സും പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഗുഡ് വൈ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് 2 ഗുഡാണുള്ളത്. ഒന്ന് ഗുഡ് എക്സ്, മറ്റൊന്ന് ഗുഡ് വൈ ആണെന്ന് വിചാരിക്കുക. 2 വസ്തുക്കളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വില, ഓക്കെ, എക്സ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ വൈ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണെന്ന് വിചാരിക്കുക, പകരം വെക്കുന്ന വസ്തുക്കളാണെന്ന് വിചാരിക്കാം. ഇഫ് പ്രൈസ് ഓഫ് എക്സ്, ഓക്കെ, ഇഫ് പ്രൈസ് ഓഫ് എക്സ് ഇൻക്രീസസ്, ഓക്കെ, എക്സിൻ്റെ വില എന്ത് ചെയ്യുന്നു കൂടിയെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ്, എക്സിൻ്റെ ഡിമാൻഡ് എന്തെയും കുറയുന്നില്ല, കാര്യം നമുക്കറിയാം അല്ലേ. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡിമാൻഡ് കുറയുന്നതിനൊപ്പം തന്നെ, ഓക്കെ, ഇതിൻ്റെ ഡിമാൻഡ് കുറയുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞതിന് പകരമായിട്ട് വൈൻ്റെ ഡിമാൻഡ് കൂടും. എന്താ കാരണം? ഈ പറഞ്ഞ എക്സിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ എക്സ് വാങ്ങുന്ന ആൾക്കാർ നിർത്തിയിട്ട് വൈ വാങ്ങും. കാരണം എന്താണ്? 2 പകരം വെക്കുന്ന വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ നിങ്ങൾ നോക്കുക, ഇഫ് പ്രൈസ് ഓഫ് എക്സ് എന്ത് ചെയ്യുന്നു കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, എക്സിൻ്റെ വില എന്ത് ചെയ്യുന്നു കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് എന്ത് ചെയ്യും? അത് കൂടുകയും ചെയ്യും. കാരണം എന്താണ്? ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നു പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരേ സമയം നമുക്ക് അതിന് പകരം വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് എക്സും വൈയും. അതുകൊണ്ട് വൈൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇവിടെ കുറയുകയാണ് ചെയ്യുക. കാരണം എന്താണ്? എക്സിൻ്റെ ഡിമാൻഡ് ഇവിടെ കൂടി, അതുകൊണ്ട് വൈൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും ഇവർ പോകുന്നുണ്ടാകുന്ന കാര്യം ആദ്യം ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് 2 എക്സാമ്പിൾ കൂടി നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ടീ ആൻഡ് കോഫി. എപ്പോഴും പറയുന്ന അതേ ഉദാഹരണം തന്നെ നിങ്ങൾ പഠിച്ചോളൂ. ഈ പറയുന്നത് ടീ ആൻഡ് കോഫി നോക്കിക്കോട്ടോ, ടീ ആൻഡ് കോഫി. ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചായപ്പൊടിയുടെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചായപ്പൊടി വാങ്ങുന്നതിൻ്റെ അളവ് കുറക്കും. എന്ന് വെച്ചാൽ എന്താ പറയുക? ചായപ്പൊടിയുടെ വില കൂടുന്നു, ചായപ്പൊടി വാങ്ങുന്നതിൻ്റെ അളവ് കുറക്കുന്നു, പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? കാപ്പിപ്പൊടി കൂടുതൽ വാങ്ങുന്നു. കാപ്പിപ്പൊടിയുടെ വിലയിൽ വല്ല മാറ്റമുണ്ടോ? ഇല്ല. അതാണ് നമ്മളോട് പറഞ്ഞ എക്സിൻ്റെ വില കൂടുന്നു, എക്സിൻ്റെ ഡിമാൻഡ് കുറയുന്നു, വൈൻ്റെ ഡിമാൻഡ് കൂടുന്നു എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന ചായപ്പൊടിയുടെ കാര്യം പറഞ്ഞു അല്ലേ. ചായപ്പൊടിയുടെ വില എന്ത് ചെയ്തു? കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ ചായപ്പൊടി വാങ്ങും, എന്നാൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കാപ്പിപ്പൊടി വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഗുഡ്സിനാണ് എന്താ പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയും. ഇനി അതേ കേസ് തന്നെ കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ കേസ് എടുത്താലും ഇതുപോലെ 2 വസ്തുക്കളാണ്. ഗുഡ് എക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊന്നാണ് ഗുഡ് വൈയും എന്ന് പറയുന്നത്. അപ്പോൾ 2 വസ്തുക്കൾ കേട്ടോ, എക്സും വൈ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ പറഞ്ഞത് രണ്ടും ഒന്നിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇഫ് എക്സിൻ്റെ വില കൂടിയെന്ന് വിചാരിക്കുക, ഇഫ് പ്രൈസ് ഓഫ് എക്സ് എന്ത് ചെയ്തു? കൂടിയെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സിൻ്റെ വില കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എക്സിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? എക്സിൻ്റെ ഡിമാൻഡ് കുറയും, നമുക്കറിയാം അല്ലേ. പക്ഷെ അതേ സമയം എന്തായിരിക്കും? ഈ പറഞ്ഞ വൈൻ്റെയും ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അതെങ്ങനെയാണ് സംഭവിച്ചേ? പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മളിവിടെ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ പറയുന്നത് ബ്രെഡും ബട്ടറോ പറയല്ല, അല്ലെങ്കിൽ ബ്രെഡും ജാമും. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ വില കൂടി, ബ്രെഡിൻ്റെ വില എന്ത് ചെയ്തു? കൂടി എന്ന് വിചാരിക്കുക. ബ്രെഡിൻ്റെ വില കൂടി എന്ത് ചെയ്യും? ബ്രെഡ് വാങ്ങുന്ന ആൾക്കാരുടെ അളവ് എന്ത് ചെയ്യും? കുറയും, അവരുടെ ഡിമാൻഡ് കുറയും. അതേസമയം ബ്രെഡിൻ്റെ വില കൂടിയിട്ടുള്ളൂ അല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യും? ബ്രെഡ് ആൾക്കാർക്ക് ആവശ്യമില്ല, ബ്രെഡ് ആവശ്യമില്ല, പിന്നെ ജാം ആവശ്യം ഉണ്ടാവും ഇല്ലല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ജാമിൻ്റെയും ആവശ്യക്കാരെന്ത് ചെയ്യും? കുറയും. അപ്പോൾ ബ്രെഡിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ ഡിമാൻഡ് മാത്രം കുറയില്ല ചെയ്യുക, ജാമിൻ്റെ ഡിമാൻഡും അവിടെ കുറയും. കാരണം എന്താണ്? രണ്ടും പൂരക വസ്തുക്കളാണ്. ഇനി അതേപോലെ ഇഫ് പ്രൈസ് ഓഫ് ബ്രെഡ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് എക്സ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, ബ്രെഡിൻ്റെ വില എന്ത് ചെയ്തു? കുറഞ്ഞു എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ബ്രെഡിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? വളരെയധികം കൂടും. ആൻഡ് അതേസമയം എന്ത് ചെയ്യും? ബ്രെഡിൻ്റെ ഡിമാൻഡൊപ്പം തന്നെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ജാമിൻ്റെയും ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് നോക്കിയൊരു കാര്യം മനസ്സിലാവും, ബ്രെഡിൻ്റെ വില കുറഞ്ഞു, ബ്രെഡിൻ്റെ ഡിമാൻഡ് ഇവിടെ കൂടി, അതേപോലെ തന്നെ ഇത് ജാമിൻ്റെ ഡിമാൻഡ് കൂടി. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിന് പറഞ്ഞു തരാണ് സെയിം ഡയറക്ഷൻ. ഓക്കെ, സെയിം ചേഞ്ച്
സെയിം ചേഞ്ച് ഇൻ ഡിമാൻഡിൽ ഒരേപോലെ മാറ്റം വരികയാണെങ്കിൽ അത് കോംപ്ലിമെൻ്ററി ഗുഡ്. ഡിഫറൻറ്റ് ചെയ്ത ഓപ്പോസിറ്റ് ചേഞ്ച്, ഓക്കെ, ഓപ്പോസിറ്റ് ചേഞ്ച് ഇൻ എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞുതരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ എക്സാമ്പിൾ നമുക്ക് എഴുതിയേക്കാം. ഇപ്പോൾ എഴുതി പഠിച്ചിരുന്നത് തന്നെ ബ്രെഡും ജാമും തന്നെ നമുക്ക് എഴുതിയേക്കാം കേട്ടോ, ബ്രെഡ് ആൻഡ് ജാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പൂരക വസ്തുക്കളും പ്രതിസ്ഥാപന വസ്തുക്കളെയും കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയായിരുന്നു. ഓക്കെ.